സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ലാത്ത പെൺകുട്ടികളുടെ അവസ്ഥ. കേരളത്തിലെ ചില വീടുകളിൽ ഭയത്തോടെ കഴിയുന്ന നിരവധി പെൺകുട്ടികളുണ്ട്. സംരക്ഷണം ഒരുക്കേണ്ട സ്വന്തം അച്ഛനും ബന്ധുക്കളും അയൽവാസികളും അവരാൽ വേട്ടയാടപ്പെടുന്ന നിരവധി പെൺകുട്ടികളുടെ ജീവിതം പല ദിവസങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. കാസർഗോഡ് 13-കാരിയായ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് സ്വന്തം പിതാവാണ്. മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പെൺകുട്ടി 4 മാസം ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പ്രതിയെ നാട്ടുകാർ പിടികൂടി ഹോസ്ദുർഗ് പോലീസിന് കൈമാറുകയായിരുന്നു. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സംരക്ഷണം നൽകേണ്ട സ്വന്തം ഉപ്പയാണ് 13-കാരിയെ പീഡിപ്പിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത് ഗർഭിണിയാക്കിയത്. ഈ പെൺകുട്ടി 4 മാസം ഗർഭിണിയായിരുന്നു. പിന്നീട് ഇയാൾ വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുന്നു. എങ്ങനെയാണ് ഈ പീഡന വിവരം പുറത്തു വന്നത്? ഈ 4 മാസം ഈ പെൺകുട്ടിക്ക് ഇക്കാര്യം സ്വന്തം ഉമ്മയോട് പോലും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഇതെങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് ബൈജു? ടോമേ, ഏതായാലും ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം അത് തുടർച്ചയായ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന ആശങ്കയുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ വരുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ 13 വയസ്സുള്ള ഈ കുഞ്ഞിനെ, ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ സ്വന്തം പിതാവ് തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയും പിന്നീട് ഈ പെൺകുട്ടി 4 മാസം ഗർഭിണിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് മംഗളൂരുവിൽ നടുവേദന എന്ന ഒരു ആവശ്യത്തിന് ആശുപത്രിയിൽ ചികിത്സക്കായി എത്തിയപ്പോഴാണ് ഡോക്ടർമാർ ഈ കാര്യം അറിയുന്നതും പിന്നീട് ഹോസ്ദുർഗ് പോലീസിൽ വിവരം അറിയിക്കുന്നതും. അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. ആ കുട്ടിയെ പിന്നീട് വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വസ്തുത പുറത്തു വരുന്നത്. ഈ സ്വന്തം പിതാവ് തന്നെ ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കാര്യം. ഭയം കാരണം അത് ഈ മാതാവോട് പറയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ സംഭവം അറിയുന്നത്. പിന്നീട് ഇയാളെ പിതാവിനെ നാട്ടുകാരാണ് കയ്യോടെ പിടികൂടുന്നത്. ഇയാൾ പാസ്പോർട്ട് കൈക്കലാക്കി വീട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം, അതും നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക ബസ്സിനകത്തും പൊതുസ്ഥലത്തുമൊക്കെ സ്ത്രീകൾക്ക് നേരെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ അത് നിരന്തരം ഓരോ ദിവസവും വീടിനകം തന്നെ സ്വന്തം പിതാവും അല്ലെങ്കിൽ ബന്ധുക്കളും തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന വാർത്തകളാണ്. വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ്. എവിടെയാണ് ഇതിന് പൂട്ട് ഇടുക അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കുക എന്നത് ഏറ്റവും ഗൗരവമായി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ഇതേ കേസിന് സമാനമായ കേസാണ് ജൂലൈ മാസത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് 15 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് ഈ പെൺകുട്ടി പ്രസവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഓരോ വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത സാമൂഹിക അന്തരീക്ഷത്തെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വേദനാജനകം. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ബസ് ഡ്രൈവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലോഡ്ജിൽ കൊണ്ടുപോയി നിരന്തരം പീഡിപ്പിക്കുകയും പിന്നീട് നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെയാണ് മന്ത്രവാദി 19 വയസ്സുകാരിയെ ഈ സമീപ ദിവസങ്ങളിൽ സമാനമായ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തം അച്ഛൻ തന്നെ അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ആ പെൺകുട്ടി പിന്നീട് ഗർഭിണിയായ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സാഹചര്യം. ഇന്നലെ KB ബൈജു കാസർഗോഡ് മറ്റ് 2 കേസുകൾ, അത് ഒരു ബസ് ഡ്രൈവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസും മറ്റൊരു മന്ത്രവാദി 19-കാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം, സ്കൂൾ തലങ്ങൾ മുതൽ ഈ കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുന്നുണ്ട്. ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഉറ്റവർ പോലും ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച കൗൺസിലിംഗ് ഒക്കെ ആരംഭിച്ചത്. പക്ഷേ ഈ കാസർഗോട്ടെ ഈ സംഭവം, ഈ പെൺകുട്ടി 13-കാരി 4 മാസം ഗർഭിണിയായ വിവരം
എന്തുകൊണ്ടാണ് ഇത് പുറത്തറിയാതിരുന്നത്? വീട്ടിൽ അമ്മയോട് പറയാൻ കഴിയാത്തൊരു സാഹചര്യം, ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ സ്കൂളിൽ ഒരു കൗൺസിലിങ്ങോ? ഈ പെൺകുട്ടിയുടെ സ്വാഭാവികമായും സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അത് അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടിക്ക് കൗൺസിലിംഗ് നൽകേണ്ടതാണ്. ഇത് എവിടെയാണ് ഒരു പ്രശ്നമുണ്ടായത് ബൈജു? ടോമേ, ആ കാര്യത്തിൽ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കേസിലേക്ക് വന്നാൽ ഇത് പോലീസ് പറയുന്നത് ഈ കുട്ടി ഭയം കാരണം ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ വിവരം കുട്ടിക്കറിയാം. പക്ഷേ ഭയം കാരണം ഇത് മാതാവോടോ അല്ലെങ്കിൽ പുറത്ത് ആരോടോ ഈ കുട്ടി പറയാൻ തയ്യാറായിട്ടില്ല. ഈ നടുവേദന, വലിയ തോതിൽ നടുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടറാണ് ഇത് തിരിച്ചറിയുന്നത്. ഈ കുട്ടി ഗർഭിണിയാണ്, 4 മാസം ഗർഭിണിയാണ്. 13 വയസ്സ്, അതായത് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ 13 വയസ്സുകാരി ഇത്തരത്തിൽ ഗർഭിണിയാണെന്ന വിവരം ഡോക്ടറാണ് അറിയുന്നത്. പിന്നീട് ഡോക്ടർ ഇത് വിവരം ഹോസ്ദുർഗ് പോലീസിനെ അറിയിക്കായിരുന്നു. വളരെ രഹസ്യമായി ഹോസ്ദുർഗ് പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുകയും ഈ കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ഇത് ഭയം കാരണമാണ് പുറത്തു പറയാതിരുന്നെന്ന് കുട്ടി പറയുന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ പലതവണ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഈ സ്വന്തം പിതാവ് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇയാൾ ഒരു ഇതര സംസ്ഥാന ആളാണ്. ഇയാൾ കുടക് സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സമാനമായ കേസ് ഞാൻ സൂചിപ്പിച്ചതും കുടക് സ്വദേശിയാണ്. ആ കേസിൽ ഇയാൾ വിദേശത്തേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിലും സമാനമായ രീതിയിൽ ഇയാൾ പാസ്പോർട്ട് വീട്ടിലുണ്ടായിരുന്ന പാസ്പോർട്ട് എടുക്കാൻ ഇയാൾ എത്തുകയായിരുന്നു. ആ പാസ്പോർട്ട് പോലീസ് അതിനു മുമ്പ് തന്നെ കൈക്കലാക്കിയിരുന്നു. പാസ്പോർട്ട് ഇയാൾ എടുത്ത് ഇവിടെ നിന്നും വിദേശത്തേക്ക് കടക്കാനായിരുന്നു ശ്രമം. ഇത് പോലീസ് അറിഞ്ഞു, അതല്ലെങ്കിൽ പുറത്തറിഞ്ഞു, വിവരം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ വിദേശത്ത് കടക്കാനൊരു ശ്രമമുണ്ടായി. സ്വന്തം മകളെ പീഡിപ്പിച്ച് ആ പ്രതി വിദേശത്തേക്ക് കടക്കുന്നു. ഏതായാലും പോക്സോ കേസുകൾ വളരെ ഗൗരവമുള്ളതാണ്. ഇതിൽ പലപ്പോഴും നമ്മൾ കണ്ടതാണ് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിന് മുമ്പാകം വളരെ വേഗത്തിൽ ഇതിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നതും വലിയ തോതിൽ 100 വർഷം വരെ ശിക്ഷ വിധിച്ച പോക്സോ കേസുകളുണ്ട്. ഇത്തരം കേസുകളിൽ വലിയ തോതിലുള്ള ശിക്ഷാ വിധി ഉണ്ടാകുമ്പോഴും കേസുകൾക്ക് ഒരു കുറവും വരുന്നില്ല. ഓരോ ദിവസവും നമുക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സാമൂഹിക അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വളരെ അപൂർവ സാഹചര്യങ്ങൾ മാത്രമാണ് ഈ കേസുകൾ തിരിച്ചറിയുന്നത്. അത് ഒരു പക്ഷേ കൗൺസിലിംഗിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വഭാവത്തിലെ മാറ്റം കാരണം സംശയം തോന്നി കൗൺസിലിംഗ് നടത്തുമ്പോൾ ആ കുട്ടികൾ വെളിപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ ഇതുപോലുള്ള ആശുപത്രികളിലോ മറ്റു ചികിത്സ തേടുമ്പോൾ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നു. അല്ലാതെ ഭയം കാരണം മിക്ക വീടുകളിലും ഇത്തരം കുട്ടികൾ ഇത് സഹിച്ച്, ഇത്തരത്തിൽ അടക്കം സഹിച്ച് ഇത്തരം ഉണ്ട്, ഒരുപാട് കേസുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തുടർച്ചയായ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ സ്വഭാവം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതിലെല്ലാം ഈ കുട്ടികൾ ഈ ഭയം കാരണം പുറത്തു പറയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയും തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് ഈ കുട്ടികൾ. പ്രത്യേകിച്ച് സ്വന്തം പിതാവ് തന്നെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പുറത്തു പറയുക? അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. സ്വന്തം വീട്ടിൽ നേരത്തെ ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല തങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പുറത്ത് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് നേരെ, അതല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരുടെ ഇടപെടൽ മൂലമാണ് ഈ പ്രതിയെ, പിതാവിനെ, സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത പിതാവിനെ പിടികൂടാൻ കഴിഞ്ഞത്. ഇയാൾ വിദേശത്തേക്ക്, ഈ സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടക്കാനുള്ള നീക്കം നാട്ടുകാർ ഇടപെട്ട് തടയുന്നു. പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറുന്നു. അങ്ങനെ ഒരു നാട്ടുകാർക്കൊരു സംശയം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ്, കാരണം ഇത്തരമൊരു സംഭവം ഉണ്ട് എന്ന് പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായത്? പോലീസിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഹോസ്ദുർഗ് പോലീസ്, പ്രത്യേകിച്ച് ഹോസ്ദുർഗ് പോലീസ് ഈ കാര്യത്തിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. ഈ വിവരം ഡോക്ടർമാർ പോലീസിനെയാണ് അറിയിക്കുന്നത്. അവർ കൃത്യമായി പോലീസിനെ അറിയിച്ചപ്പോൾ തന്നെ ഇവർ ഈ വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ നിന്നും ഇയാളുടെ പാസ്പോർട്ട് ആദ്യം പോലീസ്, കാരണം കഴിഞ്ഞ കേസുകളിലൊക്കെ പോലീസിന് കൃത്യമായി അറിയാം ഇത്തരം കേസുകൾ ഉണ്ടായാൽ ഇവർ പ്രതികൾ രക്ഷപ്പെടുന്നു, അത് വിദേശത്തേക്ക് രക്ഷപ്പെടുന്നു. പിന്നീട് ഇവരെ പിടികൂടാൻ വലിയ തോതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ പാസ്പോർട്ട് ആണ് ഹോസ്ദുർഗ് പോലീസ് ആദ്യം പിടിച്ചുവെക്കുന്നത്. പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെ രാത്രി ഈ വീട്ടും പരിസരത്തുമൊക്കെയായി ഇയാളെ പിടികൂടാനായി കാത്തിരിക്കുന്നു. അങ്ങനെ ഇയാൾ വീട്ടിലെത്തിയപ്പോഴാണ് നാട്ടുകാർ തന്നെ ഇയാളെ പിടികൂടുന്നതും ഈ പോലീസിനെ ഏൽപ്പിക്കുന്നു. അതിന്റെ ചില ദൃശ്യങ്ങൾ, കാരണം ഈ പോക്സോ കേസുകളിൽ ഏറ്റവും എടുത്തു പറയുന്നത് ടോമെ, നമുക്ക് പലപ്പോഴും ഇത് ആരാണ് ഈ പീഡനത്തിന് ഇരയാക്കിയെന്ന കാര്യങ്ങൾ പോലും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം ബന്ധുക്കളാകുമ്പോൾ ഇതിൽ ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പേരുകൾ പറയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്, സ്ഥലം എവിടെയാണെന്ന് പറയാൻ സാധിക്കാത്ത
അവസ്ഥയുണ്ട്. ഒരുപക്ഷെ അത്തരം ആനുകൂല്യങ്ങളൊക്കെയാണോ ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നതിന് കാരണമെന്നൊക്കെ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ സാമൂഹിക സുരക്ഷാ വകുപ്പിനായാലും മറ്റും സംവിധാനങ്ങൾ ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. കാരണം അത്രത്തോളം കേസുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നത്. നമുക്ക് ടോമെ, ഈ ഒരു കാലഘട്ടത്തിൽ 13 വയസ്സുള്ള ഒരു കുട്ടി ഇത്തരത്തിൽ ഗർഭിണിയാവുകയും പ്രസവിക്കുന്നതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവും അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്. ഈ നാട്ടുകാർ തന്നെ ഇതിന്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറില്ല. കാരണം അവർ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഇത്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇന്നലെ രാത്രി മുഴുവൻ ഇന്ന് പുലർച്ചെ വരെ ഈ വീടിന് ചുറ്റും ഇയാളെ പിടികൂടാൻ കാത്തിരിക്കുന്നതും പിന്നീട് പുലർച്ചയോടുകൂടി ഇയാൾ വീട്ടിൽ ഈ പാസ്പോർട്ട് കൈക്കലാക്കി ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരുന്ന സമയത്താണ് നാട്ടുകാർ ഇയാളെ പിടികൂടുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ രക്ഷപ്പെടുമായിരുന്നു. ഏതായാലും ഹോസ്റ്റൽ പോലീസ് കൃത്യമായ ഇടപെടലുണ്ടായി. പലപ്പോഴും ഇത്തരം വിവരങ്ങൾ ഇത്തരത്തിൽ ഡോക്ടർമാർ പരിശോധന നടത്തുമ്പോൾ ആ വിവരം അറിയുന്നു, അതല്ലെങ്കിൽ കൗൺസിലിംഗിൽ വിവരം അറിയുന്നു എന്ന് മാത്രം അല്ലാതെ അതിനപ്പുറം നമ്മുടെ പെൺകുട്ടികൾക്ക് അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വീടിനകത്ത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ 4 മാസത്തിന് ശേഷമാണ് ഈ സംഭവം. സ്വന്തം പിതാവ് പീഡിപ്പിച്ച വിവരം ഈ പെൺകുട്ടി ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒടുവിൽ നാട്ടുകാരുടെ ഇടപെടലിലൂടെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു.